മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ റദ്ദാക്കി. ഈ മാസം 29 മുതൽ ജൂൺ 1 വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. സുരേഷ് വെല്ലുമുറ്റം വിവരങ്ങളുമായിട്ട്. സുരേഷ്, എന്താണ് കാരണമായി എയർ ഇന്ത്യ പറയുന്നത്? എന്തെങ്കിലും മറ്റ് ക്രമീകരണങ്ങൾ യാത്രക്കാർക്കായി ഏർപ്പെടുത്തുമോ? ദിവിഷ, ഇത് യാത്രക്കാരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഓപ്പറേഷണൽ റീസൺസ് എന്നാണ് അവർ ഇതിന് പറയുന്നത്. ഏക ഒരു കാരണം പറയുന്നത്, സാങ്കേതിക കാരണം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷണൽ റീസൺ എന്ന് പറയാൻ കാരണം ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ മാസം 29 മുതൽ മെയ് 29 മുതൽ ജൂൺ 1 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ നിയന്ത്രണങ്ങൾ കാണുന്നത്, അത് റദ്ദാക്കിയത് കാണുന്നത്. അതോടൊപ്പം തന്നെ ജൂൺ 8, 9 ദിവസങ്ങളിൽ വിവിധ സർവീസുകളെ പരസ്പരം ലയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള തിരക്ക് കുറയുന്നത് കൊണ്ട് ഒരു പക്ഷേ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് ധാരാളം യാത്രക്കാർ പോകുന്ന ഒരു സമയമാണ് അത്. ഇവിടെ അടുത്ത മാസം ജൂൺ ആദ്യം അവധി അവരെത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടു കൂടി കൂടുതൽ യാത്രക്കാർ അങ്ങോട്ടുണ്ടാകും. എന്തായാലും യാത്രക്കാരെ ഒട്ടും പരിഗണിക്കാതെയുള്ള ഒരു തീരുമാനം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. മെയ് 29 മുതൽ 31 വരെ 29, 30, 31 3 ദിവസങ്ങളിലാണ് ഈ കോഴിക്കോട് മസ്കറ്റ് വിമാനം റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ 29 മുതൽ ജൂൺ 1 വരെയുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത് മറ്റു പല മേഖലകളിലേക്കും, തിരുവനന്തപുരത്തേക്കും കരിപ്പൂരിലേക്കും കണ്ണൂരിലേക്കുമുള്ള സർവീസുകളെ ഈ തീരുമാനം ബാധിക്കും. മെയ് 30 മുതൽ ജൂൺ 1 വരെ മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള സർവീസ് റദ്ദാക്കി. മെയ് 31 കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകില്ല. മെയ് 30 തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കും മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള സർവീസ് ഉണ്ടാകില്ല. ഈ ലയിപ്പിച്ച സർവീസുകളുടെ കാര്യത്തിലും ഒരു സവിശേഷതയുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കും കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്കുള്ള സർവീസുകൾ അത് ജൂൺ 8, 9 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്കുള്ള സർവീസുകൾ ലയിപ്പിച്ചു. പകരം ആ വിമാനം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളെ കയറ്റിയതിനു ശേഷം കോഴിക്കോട് പോകും. കോഴിക്കോടുള്ള യാത്രക്കാരെയും കൂടെ എടുത്തിട്ട് കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്ക് വരും. ഇതേ രീതി തന്നെയാണ് തിരിച്ച് അങ്ങോട്ട് പോകുന്നതിനും ചെയ്തിട്ടുള്ളത്. നേരിട്ട് 2 സർവീസുകൾ വേണ്ടിയിരുന്നു, ഒന്ന് മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഒന്ന് കോഴിക്കോട്ടേക്കും. പകരം ചെയ്യുന്നത്, ലയിപ്പിച്ചതിന് ശേഷം ചെയ്യുന്നത് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകും, കോഴിക്കോട് യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം അത് തിരുവനന്തപുരത്തേക്ക് വരും. ഇങ്ങനെ യാത്രക്കാരെ അങ്ങേയറ്റം വലയ്ക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ശരി സുരേഷ്, എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എയർ ഇന്ത്യ ജീവനക്കാരുണ്ടായി അവരുടെ സമരം മൂലം നമ്മൾ കണ്ടതാണ്, ആ യാത്രകൾ ക്യാൻസലായപ്പോൾ ഉണ്ടായ ദുരന്തം വരെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഓപ്പറേഷണൽ റീസൺസിൻ്റെ പേരിൽ അവർ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ്.